ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമുക്കെന്നാൽ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. റൈസ് ഇസ് ദ സ്റ്റേപ്പിൾ ഫുഡ് ഓഫ് കേരള. അല്ല, ഈ വേൾഡിലെ പോപ്പുലേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിലെ പകുതി പോപ്പുലേഷൻ കഴിക്കുന്ന ആഹാരത്തിലെ ഒരു നല്ല പങ്കും റൈസ് തന്നെയാണ്, പ്രത്യേകിച്ചും ഏഷ്യൻസ് ആൻഡ് ആഫ്രിക്കൻസ്. അരി വറുത്തും പൊടിച്ചും വേവിച്ചും അരച്ചും പല വിധത്തിൽ നമ്മൾ കഴിക്കുന്നുണ്ട്. ഒരു മനുഷ്യ ശരീരത്തിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് പ്രോട്ടീൻസ് അടങ്ങിയതാണ് നമ്മുടെ അരിഭക്ഷണങ്ങൾ. അമ്മമാര് കുഞ്ഞുങ്ങളോട് ചോറ് കൊടുക്കുമ്പം മോനെ അല്ലെങ്കിൽ മോളെ വളർന്ന് വലിയ ആളാവണമെങ്കിൽ ചോറ് കഴിക്കണം കേട്ടോ എന്ന് പറയുന്നത് വെറുതെ അല്ല. പക്ഷെ അമിതമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന പോലെ ആവശ്യത്തിന് വളർച്ചയൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചോറ് കുറയ്ക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ചോറ് മാത്രമല്ല, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ എല്ലാ ഭക്ഷണങ്ങളും കുറയ്ക്കുന്നതാണ് നല്ലത്. അത് നമ്മുടെ ബോഡി ഡയബറ്റിക് ആവാനുള്ള ചാൻസും അമിതവണ്ണം വെക്കാനുള്ള ചാൻസും ഒക്കെ കുറയ്ക്കും. നമുക്കെന്താ തിരിച്ച് അരിപ്പത്തിരിയിലേക്ക് തന്നെ വരാം അല്ലേ. 1.5 ഗ്ലാസ് വറുത്ത അരിപ്പൊടി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. 2 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഇളക്കി അരിപ്പൊടിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. ചൂടായ പാനിലേക്ക് 1 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടാവുമ്പോൾ നമ്മുടെ അരിപ്പൊടി മിക്സ് പാനിലേക്ക് ഒഴിച്ച് കുറുക്കിയെടുക്കുക. പാനിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിൽ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടോ. ഇതൊരു യൂട്യൂബ് വീഡിയോ കണ്ട് ചെയ്തതാണേ. പാനിൽ തന്നെ കുഴച്ചെടുക്കുന്നതായിട്ടാണ് ആ വീഡിയോയിൽ കാണിച്ചത്. ബട്ട് എങ്ങനെ നോക്കിയിട്ടും എനിക്ക് അങ്ങനെ കുഴഞ്ഞു കിട്ടുന്നില്ല. സോ കൈകൊണ്ടൊന്ന് കുഴച്ച് റെഡിയാക്കാം എന്ന് വെച്ചിട്ടാണ് പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോഴാണെങ്കിലോ ഒടുക്കത്തെ ചൂടും. അങ്ങനെ ചൂടൊക്കെ മാറിയതിന് ശേഷം പാത്രത്തിൽ നിന്ന് നന്നായിട്ട് കുഴച്ചെടുത്തു. കുഴച്ചതിന് ശേഷം ഒന്ന് അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. 5 മിനിറ്റിന് ശേഷം വീണ്ടും അതെടുത്ത് ഒന്നുകൂടെ കുഴച്ചു. എന്നിട്ട് അതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റി. മീഡിയം സൈസിലുള്ള ബോൾസ് ആണ് ഞാൻ ഉണ്ടാക്കിയത്. സൈസ് നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. പക്ഷേ ഈ മീഡിയം സൈസിലും കൂടരുത്. കൂടിയാൽ ബുദ്ധിമുട്ടാവും. കാരണം പത്തിരിക്ക് കട്ടി കൂടും. കട്ടി കൂടിയാൽ വേവാനുള്ള സമയം കൂടും. അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് മീഡിയം സൈസിൽ കൂടാതെ മീഡിയം സൈസിലും കുറച്ചിട്ട് നിങ്ങൾക്ക് ബോൾസ് ആക്കി മാറ്റാം. അപ്പം എനിക്കിവിടെ 9 ബോൾസ് ആണ് കിട്ടിയത്. 1.5 ഗ്ലാസ് പൊടിയിൽ 9 മീഡിയം സൈസുള്ള ബോൾസ് ആണ് എനിക്ക് കിട്ടിയത്. ഇനി ഇത് ഓരോന്നായിട്ട് ചുട്ടെടുക്കണം. ഇതിലൊരു 4 എണ്ണം പരത്തി ചുടുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ചപ്പാത്തി പ്രസ്സില്ലേ, അത് വെച്ചിട്ടാണ് ഞാൻ പരത്തിയെടുത്തത് ഇതിനെ. അപ്പോൾ ഒരു ബോൾ എടുക്കുക. അതിനെ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഉരുട്ടിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് അടുത്ത പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് പത്തിരി പ്രസ് കൊണ്ട് പ്രസ് ചെയ്യാം. നല്ല റൗണ്ട് ഷേപ്പിൽ പത്തിരി പരന്ന് വന്നിട്ടുണ്ടാവും. ഇനി ഇത് ചുടുമ്പം ആദ്യത്തെ സൈഡ് പെട്ടെന്ന് തിരിച്ചിടുക കേട്ടോ. രണ്ടാമത്തെ സൈഡ് ആദ്യത്തെ ഡബിൾ എമൗണ്ട് ഓഫ് ടൈം കഴിയുമ്പോൾ മാത്രം തിരിച്ചിടുക. ഇനി മൂന്നാമത്തെ പ്രാവശ്യം തിരിച്ചിടുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീം കയറി പൊള്ളി വരും. അപ്പോഴാണ് പത്തിരി വെന്തൂന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ 3 പ്രാവശ്യം മറിച്ചിട്ട് വേവിച്ച പത്തിരികൾ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. മീൻകറി കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പത്തിരി കടലക്കറിയും നല്ല കോമ്പിനേഷനാണ്. പത്തിരിയും ചെറുപയർ കറിയും നല്ല കോമ്പിനേഷനാണ്. പത്തിരിയും എഗ് റോസ്റ്റും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സ്, 4 എണ്ണം അല്ല, ബാക്കിയുള്ള ബോൾസും കൂടെ ഞാൻ പരത്തി ചുട്ടിട്ടുണ്ട്. അപ്പം ആദ്യത്തെ സൈഡ് മറിച്ചിടുക. രണ്ടാമത്തെ സൈഡ് കുറച്ചും കൂടെ ടൈം എടുത്തിട്ട് മറിച്ചിടുക. മൂന്നാമത്തെ സൈഡ് മറിച്ചിടുമ്പോൾ ഇതുപോലെ എയർ കയറി പൊള്ളി വരും. അപ്പോൾ നമ്മൾ പത്തിരി പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ 4 എണ്ണം 9 എണ്ണവും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ബെസ്റ്റ് ഓപ്ഷനാണ് അരിപ്പത്തിരി. സോ താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് മൈ ചാനൽ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.